ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഷിജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പടവലങ്ങ കൊണ്ടൊരു തോരനാണ്. അപ്പം അതിന് വേണ്ടി ഞാനൊരു ചെറിയ പടവലങ്ങയാണ്, അതിൻ്റെ കാൽഭാഗം എടുത്തിട്ടുണ്ട്. കാൽഭാഗം അപ്പം ഇത്രയാണ് എടുത്തിട്ടുണ്ട്. ഒരു സവാള, 2 പച്ചമുളക്. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ചെത്തണം കേട്ടോ. അപ്പം ഞാനൊന്ന് ചെത്തട്ടെ. ചെത്തണമെന്നല്ല ഞാൻ ചെത്തണമെന്ന് ഉദ്ദേശിച്ച ഇത് നല്ലതായിട്ട് ഇതിൻ്റെ പുറത്ത് ചുരണ്ടി കളയണം. അതിനകത്ത് പുറത്ത് ഒരു ഇതുണ്ട്, ഒരു തൊലി പോലെ. അപ്പം അത് നന്നായിട്ട് ചുരണ്ടി കളയണം. ഞാൻ കാണിച്ചു തരാമേ. തേങ്ങ തിരുമ്മിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വേറെ വെച്ചേക്കുവാണേ. അപ്പം നമ്മുടെ പടവലങ്ങ ഞാൻ ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് നോക്കട്ടെ. ഇത് കണ്ടോ, ഉപ്പിട്ട് വെച്ചിരുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് വെള്ളമാണല്ലോ, ഈ പടവലങ്ങ വെള്ളരിക്ക എന്നൊക്കെ പറഞ്ഞ വെള്ളമാണല്ലോ. അപ്പം ആ വെള്ളം ഇഞ്ഞ് പോകാനെ കൊണ്ടാണ് ഞാൻ ഈ ഉപ്പിട്ട് ഇങ്ങനെ വെച്ചത്. അപ്പം ഇത് ഇനി നമ്മൾ പിഴിഞ്ഞ് വാരി ആണ് എടുക്കുന്നത്. അപ്പം അത് കാണിച്ചു തരാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തോരൻ വെക്കുമ്പോഴത്തേന് ഭയങ്കര വെള്ളമായി പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത കേട്ടോ. അപ്പം ഞാൻ ഇത് പിഴിഞ്ഞ് കുറേശ്ശെ എടുത്ത് പിഴിഞ്ഞാൽ മതി. ഇങ്ങനെ പിഴിയാം, നന്നായിട്ട് അങ്ങ് പിഴിയണേ. എത്ര പിഴിഞ്ഞാലും ഇതിൽ വെള്ളം കാണും. നമ്മൾ തോരൻ വെക്കുന്ന സമയത്ത് ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാലും വെള്ളം കാണും. കണ്ടല്ലേ, നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതെല്ലാം പിഴിഞ്ഞെടുത്തു. ദേ ഇത്രയും വെള്ളം അതിൽ നിന്ന് കിട്ടി കണ്ടോ. ആകെ ഒരു ഇച്ചിരിയും പടവലങ്ങയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വെള്ളം ഒരു അര ഗ്ലാസ്സിനോളം വെള്ളമുണ്ട്. അല്ലെങ്കിൽ ഈ വെള്ളം എല്ലാം കൂടെ അതിനകത്ത് കിടന്ന് കുഴഞ്ഞ് അവിടെ കിടന്നേനെ. അപ്പം ഞാൻ ഇതെല്ലാം പിഴിഞ്ഞെടുത്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മൾ ഒരു ശകലം കരിയാപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പം ഞാൻ ഈ പച്ചമുളക് ഇങ്ങനെ പറക്കുവാണ്. എന്ന് വെച്ചാൽ ഈ പച്ചമുളക് ഇട്ടിട്ട് നമ്മളിത് വിരവുമ്പോഴത്തേന് നമ്മുടെ കൈ അങ്ങ് പുകച്ചിലെടുക്കും. എനിക്ക് പുകയും കേട്ടോ, പച്ചമുളകൊക്കെ കൈ ഭയങ്കര പുകച്ചിലായിരിക്കും. അതുകൊണ്ട് ഞാനത് പറക്കി മാറ്റി വെച്ചു. അതിന് നമ്മൾ പൊട്ടിക്കുമ്പോഴത്തേന് എടുത്തേ ഉള്ളൂ. അപ്പം ഞാൻ ഉപ്പിട്ടത് കൊണ്ട് ഇപ്പം നമ്മൾ ഉപ്പിടുന്നില്ല. ഉപ്പും കൂടെ ഇട്ട് വേണം ഇത് തിരുമാൻ. അപ്പം നമ്മൾ നേരത്തെ അതിൽ ഉപ്പിട്ടത് കൊണ്ട് ഉപ്പിടുന്നില്ല. അപ്പം ഞാനത് തിരുമട്ടെ. അപ്പം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത് വലിയ ഒരു ജോലി ഇല്ലാത്തൊരു കൂട്ടാനാണ്. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. വലിയ ജോലി ഒന്നുമില്ല. ഇതിന് തേങ്ങ ചതയ്ക്കണ്ട, ജീരകം ചതയ്ക്കണ്ട, അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു തോരനാണിത്. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഇടുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടാതാണ് ഞാനിത് വെക്കുന്നത്. മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർക്ക് ഇടാം. പക്ഷെ കുറച്ചും കൂടെ നല്ലത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാതെ വെക്കുന്നതാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവർ എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ച് ഞാൻ കത്തിക്കട്ടെ. അപ്പം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഉപ്പിട്ട് പിഴിഞ്ഞ് വെച്ചേക്കണോണ്ട് ഉപ്പ് കുറവായിരിക്കും നമുക്ക് തോരൻ വെക്കുമ്പം കാണിക്കുന്നത്. അപ്പം ആവശ്യമുള്ളവർക്ക് ഉപ്പ് ഇടാം കേട്ടോ. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ശകല എണ്ണ മതി കേട്ടോ, മതി. അത്രേൻ്റെ ആവശ്യമുള്ളൂ. സാധനം കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട്.
അപ്പം ഞാൻ ആ പച്ചമുളക് ഇതിനകത്ത് ഇട്ട് കേട്ടോ. അത് തിരുമ്മി കഴിഞ്ഞിട്ടാണ് ഈ പച്ചമുളക് ഇട്ട് കൊടുത്തത്. അപ്പം നമുക്ക് എണ്ണ ചൂടായി കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ. കടുക് ഇച്ചിരിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നമ്മുടെ കടുക് എല്ലാം പൊട്ടി നമുക്ക് ഈ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീ സിമ്മിലാക്കിക്കോണേ, അല്ലെങ്കിൽ ചിലപ്പം കരിയാപ്പില ഞാൻ അതിനകത്ത് ഇട്ടതുകൊണ്ട് ഇപ്പം ഇടുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ മൂത്ത് വന്നു, ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇടാതെ വെക്കുന്നതാണ് കുറച്ചുകൂടെ രുചി കിട്ടുന്നത് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ മഞ്ഞപ്പൊടി ഇടത്തില്ല. അപ്പം ഇത്രയും മതി ഇത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമുക്ക് അടച്ചു കൊടുക്കാവേ. അടച്ച് 5 മിനിറ്റ് ഇരിക്കട്ടെ. പടവലങ്ങ ആയതുകൊണ്ട് തന്നെ ഒത്തിരി വേവേണ്ട ആവശ്യമൊന്നുമില്ല. തീ കുറച്ച് വെച്ച് കൊടുക്കണേ. അപ്പം ഞാൻ തുറന്ന് നോക്കാൻ പോണേ. ചെറുതായിട്ടൊന്ന് വാടുമ്പോഴാണ് നമ്മൾ അടച്ച് വെക്കുന്നത്. കടു പൊട്ടിച്ച് അങ്ങോട്ടിട്ട് ഒന്ന് ഒരു വാട്ടൽ വരുമ്പോഴാണ് നമ്മൾ അടയ്ക്കുന്നത്. ആയിട്ടില്ല കേട്ടോ. ഇനി ഇച്ചിരി കൂടെ ആവട്ടെ. ആവുമ്പോൾ ഈ കളർ അങ്ങ് മാറും. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാവേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ എന്നെ. അപ്പം നമുക്ക് തുറന്ന് നോക്കാവേ. ഇപ്പം കണ്ടോ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഉപ്പ് നോക്കട്ടെ. ഉപ്പ് നോക്കി കുറവാണെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇച്ചിരി കുറവാണ്. ഉപ്പ് നമ്മൾ പിഴിയും കഴിഞ്ഞ് പോരുമല്ലോ. പിന്നെ അധികം വലിയ ഇപ്പം കണ്ടോ, തുള്ളി വെള്ളം പോലും ഇല്ല കണ്ടോ. മറ്റേ അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഈ തോരനെല്ലാം അങ്ങ് കുഴഞ്ഞ് നമുക്കങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളോടുകൂടി പറഞ്ഞത്. അപ്പം ശകലം കൂടെ വെന്തോട്ടെ. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ അങ്ങോട്ട് ഇട്ടു. ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചയ്ക്ക് നല്ലതായിട്ട് ഉപ്പും വേണം, വേവും വേണം. അപ്പം ആ സൈസിന് വെന്തിട്ടില്ല. ഒരിച്ചിരി കൂടെ വേവട്ടെ. അപ്പം ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് അടച്ചു കൊടുക്കാൻ പോവുകയാണെ. ആവിയിലിരുന്ന് വെന്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് തോരൻ തുറന്ന് നോക്കാവേ. തോരൻ്റെ കളർ മാറുമ്പം ഇത് വെന്തെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം തോരനെല്ലാം നല്ല വെന്തു. ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ. അതുപോലെ എന്ത് തോരനൊക്കെ എവിടുത്തെ വെച്ചാലും നമ്മൾ ചെറിയ തീയിലിട്ടേ വേവിക്കാറുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് യഥാർത്ഥ ടേസ്റ്റൊന്നും കിട്ടത്തില്ല. പെട്ടെന്ന് അങ്ങ് വെന്ത് വെള്ളവും പറ്റി അതിൻ്റെ ഗുണമൊക്കെ അങ്ങ് നഷ്ടപ്പെടും. ചെറിയ തീയിൽ വേണം. എന്ത് സാധനം വേവിച്ചാലും നമ്മൾ ചെറിയ തീയിലിട്ട് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. മറ്റേ വലിയ തീ ഇട്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞു പിടിച്ചൊക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ. സാധനങ്ങൾ അത്ര ടേസ്റ്റ് ഉണ്ട്. പിന്നെ വലിയ തീ ഇടേണ്ടതിന് ഇടണ്ടെന്നല്ല പറയുന്നത്. അപ്പം ഇവിടെ തോരന് അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം പറ്റി തന്നോട്ടെ. വെള്ളമല്ല കേട്ടോ, ഞാൻ വെള്ളമൊന്നും ഉദ്ദേശിച്ചത് ഒന്നുകൂടെ ഒന്ന് എന്താ പറയുക, ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവുമല്ലോ, അതുപോലെ വന്നോട്ടെ. അപ്പോൾ തോരൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കണ്ടില്ലേ, ഒരു ശകലം പോലും വെള്ളമയോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം മാക്സിമം എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കണം. ലൈക്കും സബ്സ്ക്രൈബും തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എനിക്കങ്ങനെ ബന്ധുക്കളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ എനിക്കങ്ങനെ ബന്ധുക്കളോ അങ്ങനെ
ഒരുപാട് ബന്ധുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഈ കാണുന്നവർ തന്നെ എൻ്റെ ബന്ധുക്കളാണ്. ബന്ധുക്കളായിക്കൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം. ഞാൻ 2 മാസമായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ എനിക്ക് വലിയ ഒരു 500 സബ് പോലും ആയിട്ടില്ല. അപ്പം എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം, സബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു കുഞ്ഞു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാ നല്ല കൂട്ടുകാർക്കും നന്ദി. അപ്പം ടാറ്റാ.